ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു 2 ദിവസത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ഒരു വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങി പോവായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും 2 മണി വരെ ആയിരുന്നു. അപ്പോൾ ഇക്കും കൂടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് തിരിച്ച് റൂമിലോട്ട് ഇപ്പോൾ പോവാറ് കേട്ടോ. ഇക്കും വന്ന് ഫാർമസിയൊക്കെ ക്ലോസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി റൂമിലോട്ട് പോവാണ്. പലപ്പോഴും ഞാൻ വീഡിയോ ഇടുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ ഫാർമസിയിൽ എൻ്റേതാണോ സ്വന്തമായിട്ടുള്ള ഫാർമസിയാണോ? അല്ല കേട്ടോ, ഞാനവിടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് റൂമിൽ വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കലാണ്. 2 മണി ആയാലും നമുക്ക് വിശക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ജസ്റ്റ് കഴിച്ചിട്ട് കിടക്കുന്നത്. ഇന്ന് ഞാൻ ഓൾറെഡി ഫാർമസിയിൽ ഇരുന്നപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാലൻസ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ആ ഒരു ദിവസം അങ്ങനെ ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇതുകൊണ്ട് കളിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്നപ്പോൾ കൈയൊക്കെ മുറിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ആയിരുന്നു വന്നതെന്നും പറയണ്ട. അപ്പോൾ എനിക്ക് ഇന്ന് മോർണിംഗ് ആയിരുന്നു ഡ്യൂട്ടി, 9 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡിയാണ്. ഫുഡ് രാവിലെ ഉണ്ടാക്കാനായിട്ടൊന്നും സമയം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ മുറിച്ച ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതുകൊണ്ട് ഫുഡ് ഞാൻ സാധാരണ ഫാർമസി കൊണ്ടുപോയിട്ട് രാവിലത്തെ ഡ്യൂട്ടിക്ക് അങ്ങനെയാണ് അവിടെ കൊണ്ടുപോയിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചിട്ട് പോകാനൊന്നും എനിക്ക് അങ്ങനെ സമയം കിട്ടാറില്ല. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, സമയം തീരെ കിട്ടാറില്ല. എല്ലാത്തിനും ഇങ്ങനെ ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിൽ പോലത്തെ ഒരു ലൈഫായിട്ട് പോയിട്ടുണ്ട്. എല്ലാം ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ തളർന്നു പോകും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോട്ടെ എന്നൊക്കെ വിചാരിക്കും. സോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെയാണ് കേട്ടോ. ഇക്കുവിനിന്ന് ഓഫാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ച വരെയും ഡ്യൂട്ടി ഉണ്ട്. എനിക്ക് 2 ആഴ്ച കൊണ്ട് അങ്ങനെ ഓഫ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ക്ഷീണിച്ച ഒരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു ഈ 2 ആഴ്ച കൊണ്ട്. പിന്നെ നൈറ്റും കൂടി ഡ്യൂട്ടി ആയതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കുവിനെ കൊണ്ടുവിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫാർമസിയിൽ. ആക്ച്വലി ഞാൻ തന്നെ വന്നാൽ പോരെ എന്ന് പലർക്കും തോന്നും. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാരണങ്ങളൊക്കെ കൊണ്ടാണ് കൊണ്ടുവിടുന്നത് കേട്ടോ. അത് ഞാൻ പിന്നീട് പറയാം. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫാർമസിയിൽ വന്നിട്ട് ഇതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റാവും. പിന്നെ ഇന്ന് എനിക്ക് ഉച്ചവരെ ഉള്ളൂ ഡ്യൂട്ടി കേട്ടോ, ഹാഫ് ഡേ ആയിട്ടാണ്. സോ അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. എന്നാലും ഇങ്ങനെ ഉച്ചവരെ ആയാലും നമുക്കിങ്ങനെ ഓഫ് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ദിവസം അങ്ങ് പോകും. പിന്നെ ഒന്നിനും ഒരു സമയം കിട്ടില്ല. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായി പോകും കേട്ടോ. ഇവിടുത്തെ ജോലിയിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂട്ടി, പല സമയത്തുള്ള ഡ്യൂട്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് മടുപ്പിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുമ്പോൾ നമ്മൾ ആകെ അങ്ങ് മടുത്തു പോകും കേട്ടോ. പിന്നെ ഞാൻ ഉച്ചകഴിഞ്ഞ് റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇക്കുവിന് ഇന്ന് ഓഫാണെങ്കിലും അവർക്ക് ഇന്ന് സ്റ്റോക്ക് ചെക്കിങ് ദിവസമായിരുന്നു, സ്റ്റോക്ക് എടുക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈവനിങ് പോകണമെന്ന് പറഞ്ഞു. നാളെ രാവിലെ 6 മണിക്ക് ഇക്കുവിന് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം ഇച്ചിരി തിരക്കായിരുന്നു. പിന്നെ ഈവനിങ് ഞങ്ങൾ കുറച്ചൊന്ന് പുറത്തോട്ട് ഇറങ്ങണമായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ പോയി ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും ഇപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇവിടെ എങ്ങനെ ജോലി കിട്ടുന്നതെന്ന്. ആക്ച്വലി നമ്മളൊന്നുമില്ല, നമ്മൾ നാട്ടിൽ ഒരു 2 വർഷം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എക്സാം എഴുതി പാസ്സായാലും നമുക്കിവിടെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രത്യേകിച്ച് വേറെ നിങ്ങളൊരു ഏജൻസിയോ അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അതറിയാത്തവർക്ക് ഇങ്ങനെ ഏജൻസി വഴിയൊക്കെ ചെയ്താൽ നമുക്ക് കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ അന്ന് ഈവനിങ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൈറ്റ് വന്നിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാമെന്ന് കരുതി. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ രാത്രി കഴിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ പയറിങ്ങനെ ചെറുപയറിങ്ങനെ തോരൻ പോലെ കുറച്ചാക്കിയിട്ട് കുറച്ച് ചോറും അത്യാവശ്യം നല്ല തോരനും ആക്കി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞു പിന്നെ മുട്ട മതി, മുട്ട പൊരിച്ച് കൊടുത്താൽ ആൾ കഴിച്ചോളും. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല, കുക്കിങ്ങിനോട് സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊക്കെ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് മടുത്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാണ് മെയിൻലി കുക്കിങ്ങിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഇപ്പം പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കും. കാരണം നമുക്ക് അത്രയ്ക്ക് പറ്റാതെ വരുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അങ്ങനെ സമയം കിട്ടാതെ വരുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ.
സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കങ്ങ് ഒരു ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടായിരിക്കും മിക്കവരും ഓരോ വർഷം കഴിയുമ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി എല്ലാവരെയും കണ്ടൊന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഒന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. എനിക്കും സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ ഒന്ന് നാട്ടിൽ പോകണം, എല്ലാവരും ഒന്ന് കാണണം, ഒന്ന് ഫുഡ് കഴിക്കാൻ, ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നാറുണ്ട് ഇപ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ സാഹചര്യം കാരണം കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വെച്ച് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ കുഞ്ഞം 6 മണിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളിന്ന് ഫുള്ളും. എനിക്ക് 5 മണിക്ക് തന്നെയാണ്, ഈവനിങ് ആണ് ഡ്യൂട്ടി, 5 to 2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്കായാൽ പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒറ്റയ്ക്ക് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ രാവിലെ ഞാൻ പാലും അതുപോലെ ഇങ്ങനെ പഴം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ടയും കൂടി പുഴുങ്ങിയെടുത്തു. അപ്പോൾ അതാണ് രാവിലത്തെ ഫുഡാക്കിയത് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇവിടുത്തെ ജോലി നിങ്ങൾ ഭയങ്കര പാടാണ് അങ്ങനെയൊന്നും വിചാരിക്കുന്നത്. ഇവിടെ ജോലിയൊന്നും അത്ര പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ വലിയ ജോലിയിൽ അത്ര പ്രശ്നങ്ങളൊന്നും നമുക്കങ്ങനെ വരാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ലേ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങിയത്. ഇന്ന് ഓണമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ സദ്യ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ബിരിയാണി തന്നെയാണ് വാങ്ങിയത്. പിന്നെ 5 മണി ആയപ്പോഴത്തേക്കും ഞാൻ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഇക്കവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എന്നെ ഫാർമസിയിൽ കൊണ്ടുവിടുകയാണ് കേട്ടോ. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആളെൻ്റെ കൂടെ വന്ന് കൊണ്ടുവിട്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫാർമസിയിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ കുറേ നാളുകൊണ്ട് എനിക്കിപ്പോൾ മിക്ക ദിവസവും ഈവനിങ് ആയിരിക്കും ഡ്യൂട്ടി, 5 to 2 ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആ ഒരു ഡ്യൂട്ടി അങ്ങ് ശീലമായി പോയി. എനിക്ക് രാവിലെയാണ് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ. ഈവനിങ് ആകുമ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. 2 മണി വരെ ഞാൻ നല്ല ആക്റ്റീവ് ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണമായി പോകും കേട്ടോ. പിന്നെ മോർണിംഗ് ഒക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ദിവസങ്ങൾ പോകുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ കഴിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ടായിരിക്കും എന്തെങ്കിലും നന്നായിട്ടൊക്കെ കഴിക്കുന്നത് 2 മണിയൊക്കെ ആകുമ്പോൾ. ചിലപ്പോൾ ഞാൻ ഓർക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് 2 മണിക്കുള്ള ആ ഒരു കഴിപ്പ് ഒഴിവാക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ 2 മണിയൊക്കെ ആയി. ഞങ്ങൾ ഫാർമസിയൊക്കെ ക്ലോസ് ചെയ്ത് വരും എന്നെ വിളിക്കാനായിട്ട് ഇപ്പോഴും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരുമിച്ചാണ് തിരിച്ചും വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.